അപ്പോൾ CPM എന്ന് പറയുന്നത് എന്തു ചെയ്യാൻ മടിക്കാത്തവരാണെന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ട്. പിന്നെ വലിയ തോതിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുക. അവിടെ SDPക്ക് സ്ഥാനാർത്ഥിയില്ല. സംസ്ഥാനത്തെ യുവജന നേതാക്കളിൽ ഒട്ടനവധി പേർ ഇത്തവണ മത്സരരംഗത്തുണ്ട്. അതിൽ തന്നെ UDFൻ്റെ ഒരു ഉറച്ച കോട്ട എന്നറിയപ്പെടുന്ന കൊടുവള്ളി നിലനിർത്താൻ ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയാണ്. PK ഫിറോസ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്താണ്, വോട്ടർമാരുമായുള്ള അനുഭവം എന്താണ് എന്നിവ പങ്കുവയ്ക്കാൻ PK ഫിറോസ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട്. എന്തായാലും ഇൻട്രോയിൽ പറഞ്ഞ കേട്ടല്ലോ, എന്തായിരിക്കും അതിന് ഉത്തരം നിയമസഭയിലേക്ക് എത്തുന്നത്? അല്ല, അത് ഉത്തരം നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. ജനങ്ങളാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത്. പക്ഷേ വ്യക്തിപരമായി സ്ഥാനാർത്ഥി എന്ന നിലക്ക് നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ അവസാനഘട്ട പ്രചരണത്തിലാണ്. ഈ അവസാന നിമിഷം വരെ ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് മത്സരരംഗത്ത് നിൽക്കുന്നത്. കൊടുവള്ളി പൊതുവെ UDFൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. ഒന്ന് രണ്ട് തവണയല്ല, ഒരു തവണ കൊടുവള്ളി പുതിയ ഒരു മണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഒരു തവണ നഷ്ടമായത്, അതും ചെറിയ വോട്ടിന് 500 താഴെ വോട്ടിനാണ് അന്ന് നഷ്ടമായത്. അത് പാർട്ടിക്കകത്ത് ഇന്നൊരാളെ അപ്പുറത്ത് പോയപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. മാത്രമല്ല, അന്ന് പോയവരൊക്കെ തിരിച്ചു പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട്. അത് പ്രകടമാണ്. എവിടെ ചെന്നാലും ജനങ്ങളുടെ ഒരു സ്വീകരണം കാണുമ്പോൾ, പ്രത്യേകിച്ച് CPM അനുഭാവികൾ പോലും ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെയൊക്കെ സംസാരിക്കുമ്പോൾ അവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയം നടത്തുമ്പോൾ സ്വാഭാവികമായി CPM വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത്തവണ ഇടതുപക്ഷ വോട്ടുകളടക്കം കൊടുവള്ളിയിൽ മാത്രമല്ല, ഞാൻ കേരളത്തിൽ പൊതുവായി UDFന് ലഭിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. ഇത്ര വലിയ വിജയം കിട്ടണമെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളടക്കം വോട്ട് ചെയ്യാതെ എത്ര വലിയ ഒരു ഭൂരിപക്ഷം UDFന് കിട്ടില്ല. ഇപ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ അനുഭാവികളടക്കം UDFന് വോട്ട് ചെയ്യും. ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തിനകത്ത് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്ന്, അധികാരത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അധികാരത്തെ സ്നേഹിക്കുന്ന ആളുടെ കയ്യിലാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം ഉള്ളത്. അതേസമയത്ത് സാധാരണ പ്രവർത്തകരൊക്കെ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ രീതിയിലുള്ള പോക്ക് ശരിയല്ല, ഒരു തിരുത്തൽ വേണം. അപ്പോൾ പയ്യന്നൂരിൽ അണികൾ പാർട്ടിയെ തിരുത്തണം എന്ന് പറഞ്ഞതുപോലെ അണികൾ പാർട്ടിയെ തിരുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് കൊടുവള്ളിയിലുണ്ടാവും, ഒരു സംശയമില്ല. കൊടുവള്ളിയിൽ പൊതുവേ ഇടതുപക്ഷ പ്രവർത്തകർ കുറവുള്ളൊരു സ്ഥലമാണ്. CPM പ്രത്യേകിച്ച് വലിയ മെജോറിറ്റി അവർക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ എങ്കിൽ പോലും ഉള്ള പാർട്ടി പ്രവർത്തകരിൽ അങ്ങനെ പാർട്ടിയെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തവണ UDFൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊടുവള്ളി എന്ന് പറയുമ്പോൾ കാരാട്ട് റസാക്കിൻ്റെ ഒരു സ്പേസ് കൂടിയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മടങ്ങി വരവ് എങ്ങനെയാണ് കാണുന്നത്? കാരാട്ട് റസാക്കിൻ്റെ മടങ്ങി വരവ് തീർച്ചയായിട്ടും UDFന് ഗുണം ചെയ്യും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹത്തിന് ജനങ്ങളൊരു വിശ്വാസം അർപ്പിച്ച് ജയിപ്പിച്ച സമയത്ത് ഇടതുപക്ഷം അദ്ദേഹത്തോട് പോലും വഞ്ചന കാണിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നല്ല, മണ്ഡലത്തോട് കൊടുവള്ളിയിൽ അദ്ദേഹം കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കാൻ ശ്രമിച്ചു. അത് ഇടതുപക്ഷം തന്നെയാണ് അതിന് കോഴിക്കോട്ടെ മന്ത്രി കൂട്ടുനിന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി, അതിൽ 5 വർഷം അവർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സമയത്ത് പോലും കൊടുവള്ളിയോട് കടുത്ത അവഗണനയാണ് കാണിച്ചത്. അതിനോട് ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. പല കാരണങ്ങളുണ്ട്. പിന്നെ ഈ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലൊക്കെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ സമയത്ത് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് ഒട്ടി മാറ്റാൻ വേണ്ടി ശ്രമിച്ചതിലൊക്കെ വലിയ അടങ്ങാത്ത അമർഷം. കാരണം പ്രത്യേകിച്ച് SIRൻ്റെ ഒക്കെ ഒരു സമയത്ത് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വലിയ വിവാദമായിരുന്നു. ജനങ്ങൾ കോടതിയിലൊക്കെ പോയി സമരം ചെയ്തു. അങ്ങനെയൊക്കെയാണ് അവർ തിരിച്ച് വോട്ടർ ലിസ്റ്റിലേക്ക് കയറി കൂടിയത്. അപ്പോൾ CPM എന്ന് പറയുന്നത് എന്തു ചെയ്യാൻ മടിക്കാത്തവരാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ട്. പിന്നെ വലിയ തോതിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുക. അവിടെ SDPക്ക് സ്ഥാനാർത്ഥിയില്ല. അവരുടെ പിന്തുണ ആർക്കാണ്? അപ്പോൾ പരസ്യമായി LDFനെ പിന്തുണയ്ക്കുകയാണ്. ഒരു ഭാഗത്ത് SDP ആയിട്ട് സഖ്യം ഉണ്ടാക്കുക, വേറൊരു ഭാഗത്ത് BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കുക. ഇത് കഴിയുന്നൊരു പാർട്ടിയാണ് CPM. തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലുടനീളമുണ്ട്. കൊടുവള്ളിയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം BJPയുടെ സ്ഥാനാർത്ഥികൾ നോക്കുക. A ക്ലാസ് മണ്ഡലം എന്ന് BJP പറയുന്ന മണ്ഡലങ്ങളിൽ പോലും മറ്റ് പരീക്ഷണങ്ങൾ, സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തി. BJPക്കാർക്ക് പോലും അമർഷം ഉണ്ട് കാര്യത്തിൽ. പക്ഷേ അവരുടെ കേഡർ വോട്ടുകൾ പിന്നെ CPMന് കൊടുക്കുക എന്നുള്ളൊരു ധാരണയുണ്ടാക്കി BJP CPM CJP എന്ന് വിളിക്കുന്ന ഒരു ധാരണ, അങ്ങനെ ധാരണക്ക് അകത്ത് നിന്ന് ജയിച്ചു കയറാമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം പരാജയപ്പെടുത്തി. കൊടുവള്ളിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു പൊതുവായൊരു പാരമ്പര്യം അത്തരം ധാരണകളൊക്കെ തകർക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായിരുന്നു, അത് പരാജയപ്പെടുത്തി. കേരളത്തിലെ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ നമ്മൾ പാലക്കാടും നിലമ്പൂരും പ്രത്യേകിച്ച് നമ്മളത് കണ്ടതാണ്. അവിടെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് പരാജയപ്പെടുത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പരാജയപ്പെടുത്തി. ഡോക്ടർ MK മുനീറാണ് MLA ആയിട്ട് ഉള്ളത് അവിടെ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. 700 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ മാത്രം എഫേർട്ടിൽ വന്നിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം ഉണ്ടായിട്ടില്ല. കേരള നിയമസഭയിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു സമയത്ത് കൊടുവള്ളിയോട് കാണിക്കുന്ന അവഗണനക്കെതിരായിട്ട് മുനീർ സാഹിബ് അങ്ങനെ സംസാരിക്കുന്നത് കേരളം കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് കാണിച്ച ഒരു അവഗണനക്കെതിരായിട്ടുള്ളൊരു പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികളുടെ ഒരു പൂർത്തീകരണം ഉണ്ടാവണം, തുടർച്ച ഉണ്ടാവണം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തന്നെ കൂടെയുണ്ട്. ആ നിലക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കൂടിയാലോചിച്ച് മുന്നോട്ട് പോകും. ആരാണ് അടുത്ത കൊടുവള്ളി എം എൽ എ? കൊടുവള്ളി എം എൽ എ യു ഡി എഫിൻ്റെ എം എൽ എ ആയിരിക്കും. PK ഫിറോസ് ആയിരിക്കും. എങ്ങനെ വലിയ മെജോറിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്? മെജോറിറ്റി ഏതൊരു സ്ഥാനാർത്ഥിയും വലിയ മെജോറിറ്റി പ്രതീക്ഷിക്കുമല്ലോ. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ ജനങ്ങളുടെ ഒരു അധികാരത്തിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. വലിയ പ്രതീക്ഷയിലാണ്. ഏറ്റവും കരുത്തനായൊരു യുവ സ്ഥാനാർത്ഥിയാണ് കൊടുവള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡോക്ടർ MK മുനീറിൻ്റെ പിൻഗാമിയായി PK ഫിറോസ് വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഒപ്പം വലിയ മെജോറിറ്റി, വലിയ ഭൂരിപക്ഷം കൊടുവള്ളി നൽകുമെന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.